ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മഴ തോരും മുമ്പേ സീരിയലിൻ്റെ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു ചെറിയ ഇൻട്രോ ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ എപ്പിസോഡ് ഇൻട്രോ പറയുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം കാണിച്ചതിൻ്റെ ചെറിയൊരു പോർഷനൊക്കെ ഇതിലൂടെ പറയും. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ സീരിയൽ കാണാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് കാണുമ്പം ആ കഥയെക്കുറിച്ചൊരു ഏകദേശം ഒരു ഐഡിയ വേണമല്ലോ. അപ്പോൾ അത് ബേസ് ചെയ്ത് മാത്രമാണ് ഞാനങ്ങനെ പറയുന്നത് കേട്ടോ. അല്ലാണ്ട് ഈ ദിവസത്തെയും തലേ ദിവസത്തെ എടുത്ത് ഇതിലോട്ട് കയറ്റിയത് അങ്ങനെയല്ല. നമ്മൾ കഥ കേൾക്കുമ്പോൾ ഈ സീരിയൽ കാണാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. വേറെ നമുക്ക് പ്രൊമോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണ്, ഇതുപോലുള്ള അഭിപ്രായങ്ങളൊക്കെ, അതായത് നിങ്ങൾ പറഞ്ഞതൊക്കെ തലേ ദിവസത്തെയും കൂടെ കയറി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു സബ്സ്ക്രൈബർ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ ആ കഴിഞ്ഞ ദിവസത്തെയും കൂടെ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്തത്. അതെപ്പോൾ പറയുമ്പോഴും അങ്ങനെയാണ്, നമ്മൾ പറയുമ്പോൾ തൊട്ട് മുമ്പേ ഉള്ള ഒരു സീനും കൂടെ പറഞ്ഞാണ് അതങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കേട്ടോ. അപ്പം നാളത്തെ വിശേഷത്തിലോട്ട് നമുക്ക് പോകാം. അതായത് നാളെ വരാനിരിക്കുന്ന സീനെന്ന് പറയുന്നത്, നമ്മുടെ അലീന പുറത്തിറങ്ങി കഴിഞ്ഞല്ലോ. പിറ്റേ ദിവസം നമ്മുടെ മാധ്യമങ്ങളിലും പത്രങ്ങളിലും ഒക്കെ ഈ വാർത്തകളുടെ ഒരു തരംഗമാണ്, ഒരു മഴയാണ്. അപ്പോൾ ഈ പത്രത്തിൽ ന്യൂസ് കണ്ടിട്ട് ആൾക്കാർ, അതായത് ഒരു കോളനിയിലെ ഒരു പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയാണ് ഈ ശരണ്യ എന്ന് പറയുന്ന കുട്ടി. അതിനെ സ്നേഹം നടിച്ച് 1.5 കൊല്ലത്തോളം ആ കുട്ടിയുടെ പിന്നാലെ നടന്നിട്ട് അവസാനം ചതിയിൽപ്പെടുത്തി ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ചേർന്ന് അതിനെ പിച്ചി ചീന്തി ആൾക്കാർ ക്ഷമിക്കുമോ, സ്ത്രീകളും കുട്ടികളും സഹിതം എല്ലാവരും കൂടെ അതിൻ്റെ പ്രതിഷേധം അങ്ങോട്ട് കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനു അലീനയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം കൈതക്കൽ മാളിക വീട്ടിൽ ഇതുപോലെയുള്ള ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ആൾക്കാർ കല്ലേറും ബഹളവും തെറിവിളിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അലീനയുടെ അടുത്ത് പറഞ്ഞിരുന്നു ഗേറ്റൊക്കെ നന്നായിട്ട് പൂട്ടി സേഫായിട്ട് നിൽക്കണമെന്ന്. പറഞ്ഞു തീർന്നില്ല, നേരം വെളുത്ത് പത്രവാർത്തകൾ വന്നതോടുകൂടി ആൾക്കാർക്കൊന്നും അറിയില്ലായിരുന്നു. കാര്യം ഇത്രയും പണവും പ്രതാപവും പദവിയും ഒക്കെ ഉള്ള ആളാണല്ലോ ബാലചന്ദ്രൻ, നിലയും വിലയുള്ള ആൾ. ഇങ്ങനെയുള്ള മക്കളെ വളർത്തുമ്പോൾ മര്യാദയ്ക്ക് വളർത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് പൈസ കൊടുത്ത് ഒതുക്കുന്ന രീതിയാണോടോ താനൊക്കെ വിചാരിച്ചിരുന്നത്? താനൊന്നും ഇത് പുറം ലോകം അറിയില്ല എന്ന് കരുതിയോ എന്നൊക്കെ പറഞ്ഞിട്ട് തെറിയുടെ അഭിഷേകമാണ് അങ്ങനെ വിളിക്കുകയാണ്. പക്ഷേ ഇതിൽ പലരും ബാലചന്ദ്രൻ അകത്തുണ്ടാകും എന്ന രീതിയിലൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കുറേ പേർക്കൊക്കെ അറിയാം ബാലചന്ദ്രൻ ഹോസ്പിറ്റലാണെന്ന്. എന്നാൽ നാട്ടുകാർക്കൊന്നും അങ്ങനെ അറിയില്ലല്ലോ ഇങ്ങനെ അറ്റാക്ക് വന്നും ഹോസ്പിറ്റലിലായെന്നും. പിന്നെ വൈജ ഇതിന് മുന്നേ ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. ആൾക്കാരുടെ വിചാരം ഈ വീട്ടിനകത്തുണ്ട്, ഇറങ്ങി വാടാ നീ നാണം കെട്ടവനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങ് പറയാണ്. എല്ലാ ഷോപ്പുകളും അടച്ചിട്ടൊക്കെയാണ്. ഷോപ്പൊക്കെ തുറന്നിരുന്നെങ്കിൽ പണ്ടേ ഷോപ്പിൻ്റെയൊക്കെ ഇത് തീർന്നു കിട്ടില്ല. അമ്മാതിരി ആൾക്കാർ അങ്ങോട്ട് കത്തി ജ്വലിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതൊരു ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ചൊരു സംഭവമാണ്. അപ്പം ആൾക്കാർ അവരുടെ ആ പ്രതിഷേധം മൊത്തം കാണിക്കണം. കല്ലെടുത്തെറിഞ്ഞും കമ്പും അതുപോലെ വടി അങ്ങനെ കിട്ടുന്നതെല്ലാം സ്ത്രീകളടക്കം വന്ന് ഈ നെടുമ്പുരയ്ക്കൽ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്ന് തട്ടി ബുദ്ധിമുട്ടുണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോളും അലീനയും പേടിച്ച് ഭയന്ന് ആ ജനലിൽ കൂടെ നോക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഗേറ്റൊക്കെ ഉന്തയാണ്, പക്ഷെ തുറന്ന് എന്തായാലും അകത്ത് വരാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ആൾക്കാർ കല്ലങ്ങ് വീശിയെറിയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോക്കും അലീനയ്ക്കും ഭയങ്കര പേടിയായിരിക്കുകയാണ്, അവരെന്ത് ചെയ്യുക. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചി നമുക്ക് പോലീസിനെ വിളിച്ചാലോ? പോലീസോ? നിനക്ക് എന്താ പറ്റിയ മോളെ, ഞാൻ അനുഭവിച്ചതാ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവരകത്തൊന്നും കയറി വരില്ല, മോള് പേടിക്കണ്ട എന്ന് പറഞ്ഞ് അലീനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ബബിത ഇതൊന്നും അറിയണില്ല. കാമുകനെയും വിളിച്ച് ആ ഒരു ലോകത്തിങ്ങനെ സൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, കണ്ടില്ലേ ബബിതേച്ചി ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും അറിയില്ല അലീന ചേച്ചി ഇല്ലാതിരുന്ന സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു, ഞാൻ പേടിച്ച് വിറച്ചു പോയിട്ടുണ്ട് അലീന ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ബബിത സമാധാനപ്പെടുമ്പോളെ നമുക്കൊന്നും വരില്ല, നീ പേടിക്കേണ്ട, നമുക്ക് ഒന്നും സംഭവിക്കില്ല. ആൾക്കാർ കുറച്ച് നേരം ആ ഒരു പ്രതിഷേധം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കുട്ടിയുടെ അവസ്ഥ, ശരണ്യ എന്ന് പറഞ്ഞ കുട്ടിയുടെ, അതിന് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഇതിനപ്പുറം നമ്മൾ നേരിടേണ്ടി വന്നനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കവേ തന്നെ ഒരു കല്ല് അവരുടെ ആ വിൻഡോയിലും അങ്ങോട്ട് വന്ന് ഇടിച്ച് തെറിക്കുകയാണ് കേട്ടോ. ആ ചില്ലെല്ലാം പൊട്ടുകയാണ്. ഇത് കൃഷ്ണമോൾ അങ്ങ് പേടിച്ച് നടുങ്ങുകയാണ് കേട്ടോ. ചില്ല് പൊട്ടണ ഒച്ച അലീനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. രണ്ടുപേരും പേടിച്ചങ്ങ് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അലീനെങ്കിലും ധൈര്യത്തോടു കൂടി തന്നെ കൃഷ്ണമോളെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ.
എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ആക്കണം ഒന്നും അറിയില്ല. അലീന സാരയില്ല മോളെ സമാധാനപ്പെടുന്നു പറയുന്നുണ്ട്. ഇത്രയൊക്കെയല്ലേ വന്നോളൂ, ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഇതിനേക്കാളേറെ നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ ഇതേ സമയം തന്നെ കൃഷ്ണമോള് പറയുന്നുണ്ട് നമുക്കെന്നാൽ നമ്മുടെ ഗോവർദ്ധൻ അങ്കിളിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അലീനയെ കൊണ്ട് ഗോവർദ്ധൻ അങ്കിളിനെ വിളിപ്പിക്കുകയാണ്. അപ്പോൾ അലീന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭയങ്കര രീതിയിൽ ആൾക്കാർ അങ്ങോട്ട് രമ്പി നിൽക്കുകയാണെങ്കിലേ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ സേഫ് അല്ലേ മോളെ, നിങ്ങൾ പേടിക്കേണ്ട, എൻ്റെ ഗോവർദ്ധനെ നല്ല രീതിക്ക് സപ്പോർട്ടും ധൈര്യവും അലീനയ്ക്ക് കൊടുത്തു. ഒന്നുകൊണ്ടും നീ പേടിക്കേണ്ട കാര്യമില്ല, നീ ധൈര്യമായിട്ടിരിക്കുമ്പോൾ ആരും അകത്തൊന്നും ഇടിച്ച് കയറില്ല. അവരുടെ ആ പ്രതിഷേധം അവർ കാണിക്കുന്നുണ്ട്. എത്രയും കോളിളക്കം സൃഷ്ടിച്ചൊരു സംഭവമല്ലേ, അപ്പോൾ നമ്മൾ ഇതൊക്കെ നേരിടേണ്ടിയും തരണം ചെയ്യേണ്ടി തന്നെ വരുമെന്ന് പറഞ്ഞ് അലീനയ്ക്ക് ധൈര്യം കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഗോവർദ്ധനൻ. ഇതേ സമയം അലീന ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ എന്തായാലും പറ്റില്ല, അച്ഛനെ ഒന്ന് കാണാൻ പോകണം എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേ ഈ അവസ്ഥയിൽ എന്താ ചെയ്യണേ, എങ്ങനെയാണ് പോണേ എന്നൊന്നും ഒരു പിടുത്തവും കിട്ടണില്ല. ഒരു തൻ്റെ അനിയൻ കാരണം അല്ലെങ്കിൽ ഈ കുടുംബത്തിന് ഇത്രയും ഒരു മോശം അവസ്ഥ വന്നത് രോഹിത് ഒരാൾ കാരണമാണ്. അന്ന് അവൻ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു അവസ്ഥ ഇന്നിപ്പോൾ കുടുംബത്തിന് നേരിടേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ അലീന ചിന്തിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഗോവർദ്ധനൻ നമ്മുടെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. ഹോസ്പിറ്റലിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ വൈജയന്തിയുടെ റൂമിലോട്ട് വൈജയന്തിയുടെ നോക്കുന്ന നേഴ്സ് കടന്നു വരികയാണ്. എന്നിട്ട് പറഞ്ഞു എന്തൊക്കെയാണ് പുറത്ത് നടക്കണേന്ന് വല്ല മേഡം അറിയുന്നുണ്ടോ. എന്നിട്ട് ആ പത്രം അങ്ങ് കൊടുക്കുകയാണ്. ആ പത്രത്തിൽ വൈജയന്തി ആദ്യ പേജ് എടുക്കുമ്പോൾ തന്നെ കാണുന്നത് തൻ്റെ മകനും ഹരിയും ഒക്കെ അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് കൊലപ്പുള്ളികളെ പോലെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഫോട്ടോയാണ്. ആ വാർത്തയും അതിൻ്റെ ഹെഡ്ലൈനൊക്കെ വായിച്ചിട്ട് വൈജയ്ക്ക് എന്ത് പറയണമെന്നറിയില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ചങ്ക് പൊട്ടിപ്പോയ ഒരവസ്ഥയാണ്. ഒരമ്മ ജീവിതത്തിൽ ഒരമ്മമാരും കാണാൻ ആഗ്രഹിക്കാത്ത തൻ്റെ മക്കളെക്കുറിച്ച് എത്രത്തോളം നല്ലത് മാത്രമേ ഉണ്ടാകൂ എന്ന് പ്രാർത്ഥിച്ച് നിൽക്കുന്ന അമ്മമാരാണ്. ആ അമ്മമാരെ നെഞ്ചിൽ തീക്കനൽ വാരി ഇട്ട കണക്കുള്ള ഒരവസ്ഥയായിരുന്നു വൈജ കണ്ടത്. അങ്ങനെ വൈജയ്ക്ക് ഒരു നിമിഷം വൈജ സ്തംഭിച്ച് കിടക്കുന്ന അവസ്ഥയാണ് കേട്ടോ. ഇതേ സമയം ഹോസ്പിറ്റലിൽ പലരും അറിഞ്ഞു ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച പയ്യൻ്റെ അമ്മയാണ് ഈ കിടക്കുന്നതെന്നുള്ള രീതിയിൽ. അങ്ങനെ കുറേ ഈ ഹോസ്പിറ്റലിലൊക്കെ ഉള്ള കുറച്ച് പേരൊക്കെ ഈ വൈജയന്തി കിടക്കുന്ന റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. നീയൊക്കെ ഒരു തള്ളയാണോടി, മക്കളെ വളർത്തണത് ഇങ്ങനെയാണോടി, ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പിച്ചി ചീന്തി, ഇതൊക്കെയാണോടി മക്കളെ, കുറേ പണവും പദവിയും ഉണ്ടായിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ തെറിയുടെ അഭിഷേകവും അതുപോലെ ഇതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുകയാണ്. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് വൈജയന്തിക്ക് ഒന്നും പറയാനോ അല്ലെങ്കിൽ അതൊന്നും നോക്കാൻ പോലും വൈജയന്തി ശ്രമിച്ചില്ല. ആ സമയം നേഴ്സ് പെട്ടെന്ന് പറഞ്ഞു അതെ ഇവിടെ ഇതൊന്നും പറ്റില്ല, ഞാൻ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ വൈജയന്തി കിടക്കുന്ന റൂം അങ്ങ് ക്ലോസ് ചെയ്യണം. വൈജയന്തി ആരോടും ഒന്നും മിണ്ടില്ല. ആ പത്രം കൊണ്ട് തൻ്റെ മുഖം മറച്ചു. അപ്പോൾ ആ നേഴ്സ് പറഞ്ഞു മേഡം ഇതൊന്നും ഇനി ഇതിനേക്കാളേറെ ചിലപ്പോൾ കേൾക്കേണ്ടിയൊക്കെ വരും. കാര്യം എന്ന് വെച്ചാൽ പുറത്ത് അത്രയ്ക്ക് കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വൈജയുടെ മനസ്സങ്ങ് ഉരുകയാണ്. എന്തൊരവസ്ഥയാണിത്, എന്ത് ചെയ്യും, ഒരു മോനുള്ളത് ഇങ്ങനത്തെ ഒരവസ്ഥയായല്ലോ എന്നോർത്തിട്ട് വൈജയന്തി ചങ്ക് പൊട്ടി നിലവിളിക്കുകയാണ്. കണ്ണിന്നൊക്കെ അങ്ങ് സഹിക്കാനാവാണ്ട് വിഷമം അങ്ങോട്ട് വരെയാണ് കേട്ടോ വൈജയന്തിക്ക്. ഒന്നും പറയാനോ ആരോടത്തും മിണ്ടാനോ ആരോട് മുഖം പോലും നോക്കാൻ വൈജയ്ക്ക് കഴിയുന്നില്ല. ഇതേ സമയം നമ്മുടെ ഗോവർദ്ധനൻ ബാലേന്ദ്രൻ്റെ അടുത്ത് എത്തുകയാണ്. ബാലേന്ദ്രൻ്റെ അടുത്ത് എത്തിയിട്ട് ഗോവർദ്ധനെ കണ്ടപ്പോഴും ബാലേന്ദ്രൻ പറഞ്ഞു എടോ എൻ്റെ മൊബൈലാണെങ്കിൽ അലീന എടുത്തുകൊണ്ട് പുറത്ത് എന്താ നടക്കണേ എനിക്കൊന്നും അറിയില്ല, ഒരു പത്രം പോലും കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഗോവർദ്ധനൻ പറഞ്ഞു പത്രം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല ബാലേട്ട, അതിലൊന്നും പ്രത്യേകിച്ച് വായിക്കാനൊന്നുമില്ല. താൻ എന്നോട് പറയണ്ട, എനിക്കറിയാം പുറത്ത് ഇനി എന്ത് നടക്കുമെന്നും പത്രവാർത്തകളിൽ എന്താ വരണേന്നും ഞാൻ ഇതിനു മുന്നേ തന്നെ മനസ്സിൽ കണക്കാക്കി തന്നെടോ ഇരിക്കണത്, താൻ എന്നോട് മറക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഗോവർദ്ധനം പറഞ്ഞു ബാലേട്ട പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റില്ല, വീട്ടിലാണെങ്കിലും ശരി ഹോസ്പിറ്റലിൽ വരെ ഇതിൻ്റെ പ്രതിഷേധം ആൾക്കാർ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്കും കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. ഇതെങ്ങനെ തരണം ചെയ്യും എന്നുള്ളത് അറിഞ്ഞില്ല. എടോ താൻ വക്കീലിനെ കണ്ടായിരുന്നു, താൻ വക്കീലിനെ പോയി കണ്ട്
എന്തെങ്കിലും ഒരു പഴുതുണ്ടോ നോക്കടോ, അവനെ പുറത്തിറക്കാനും മറ്റും. അപ്പോൾ നമ്മുടെ ഗോവർദ്ധനം പറയുന്നു, 1-2 പേര് പോയി കണ്ടു ബാലേട്ട. പക്ഷേ ചിലവർക്ക് കേസ് ഏറ്റെടുക്കാൻ തന്നെ മടിയാണ്. കാര്യം ഇങ്ങനത്തെ ഒരു കേസ് ഏറ്റെടുത്താലും ബാധിച്ചിട്ടും കാര്യമില്ല, കാരണം ജയിക്കില്ല. അപ്പോൾ എന്നാലും നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അതുകൊണ്ട് വക്കീലിനെയൊക്കെ ഏർപ്പാട് ചെയ്തു. അപ്പോൾ അവർ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്യാം ബാലേട്ട എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മുടെ ബബിത അലീനയും കൃഷ്ണമോളും കൂടെ ഈ താഴത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ട്, മോളെ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയിട്ട് വരാം ചേച്ചി. ഈ സാഹചര്യത്തിൽ പുറത്തിറങ്ങിയ ചേച്ചിക്ക് അപകടമല്ലേ. കാരണം വന്നവരൊക്കെ ആൾക്കാർ കല്ലേറൊക്കെ എറിഞ്ഞ് ഒന്ന് ആക്കി ഒരു ചാട്ടം ചാടിയിട്ട് പിന്നെ ആരും അനക്കില്ല. കാരണം അവരൊക്കെ പോയി, ഇവിടെ ആരും ഇല്ല എന്നുള്ള മനസ്സിലാക്കിയിട്ടാണോ എന്താണെന്നറിയില്ല. ആൾക്കാരൊക്കെ വന്നവർ കുറേ നേരം ഇതുപോലെയുള്ള പ്രതിഷേധങ്ങളും ചെറുവിളിയും ഒക്കെ നടത്തിയിട്ട് അവർ തിരിച്ചു പോയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ ഈ പത്രവാർത്തയും മാധ്യമങ്ങളിലും ഒക്കെ ഇത് വന്ന് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ അറിഞ്ഞ് ആ പെൺകുട്ടിയുടെ അവസ്ഥ കുറച്ച് ഗുരുതരാവസ്ഥയിലൊക്കെ ആയിരുന്നു, എങ്കിലും കുറച്ചൊന്ന് ഒരു റിക്കവറായി വന്നു എന്നുള്ള ഒരു വാർത്തകളൊക്കെയാണ് കേൾക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ രോഹിത്തിനോ ഹരിക്കോ ഒന്നും ഒരിക്കലും, 1-ാം പ്രതി ഹരി, 2-ാം പ്രതി രോഹിത്തുമാണ്. അപ്പോൾ ഒരിക്കലും ഒരു ജാമ്യമൊന്നും ഈ ഒരു കേസിൽ നമ്മുടെ രോഹിത്തിനൊന്നും ഒരിക്കലും കിട്ടാനേ പോകുന്നില്ല. അപ്പോൾ ഇനി അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും കേസ് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു കുറച്ചൊക്കെയാണ് നാളെ വരുന്ന എപ്പിസോഡിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നാളെ കാണിക്കുന്ന എപ്പിസോഡിൽ ഏകദേശമുള്ള കാര്യങ്ങൾ പത്രവാർത്ത വരുന്നതോടനുബന്ധിച്ച് വൈജയന്തിയും ബാലചന്ദ്രനും അനുഭവിക്കേണ്ടി വരുന്ന മാനസികാവസ്ഥ, വീട്ടിൽ നമ്മുടെ കൃഷ്ണമോളും അതുപോലെ നമ്മുടെ അലീനയും പേടിച്ചിരിക്കുന്ന ആ സിറ്റുവേഷനും കാര്യങ്ങളും. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ രേവതി കുട്ടി വിളിക്കുന്നുണ്ട്, എന്തായി ചേച്ചി. അപ്പോൾ അലീന പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇന്നതുപോലെയാണ് മോളെ എന്ന് പറയുന്നുണ്ട്. ചേച്ചി പേടിക്കണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിക്കണേ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് രേവതി കുട്ടി അലീനേനെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ ഒരു പ്രൊമോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. എല്ലാവർക്കും ശുഭരാത്രി പറയുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.